Good evening. You have to learn a speech by Narayanamurthy. I know who Narayanamurthy is. He's one of the founders of Infosys, that great IT company from India. Fortune magazine പറയുന്നത് he is one of the 12 greatest entrepreneurs for modern India എന്നാണ്. 1981 തോന്നുന്നു. With 10,000 rupees as capital, he along with his friends started this company Infosys. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനുള്ള ഈ ഒരു സ്പീച്ച്, അതിൻ്റെ ഒക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി മെയ്ഡ് എ പ്രീ കമൻസ്മെൻറ്റ് സ്പീച്ച് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ അഭിസംബോധന ചെയ്ത് അവരോട് അദ്ദേഹത്തിൻ്റെ ലൈഫ് ലെസൺസ് ഇങ്ങനെ ഷെയർ ചെയ്യായിരുന്നു. വാട്ട് ആക്ച്വലി മെയ്ഡ് ഹിം, ഹൗ ഹി ബിൽഡ് ഹിസ് ഓൺ കരിയർ, ഹൗ ഹി ചേസ്ഡ് ഹിസ് ഡ്രീം, what were the challenges, what were the biggest decisions that he took in his life that made him what he is now. He shares with us some of the events, some of his experiences that really changed his life. And the first event happened when he was a student. അദ്ദേഹം IIT കാൺപൂരിൽ അവിടെ ഒരു സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്ന സമയത്താണ് വൺ സൺഡേ he came to learn that a scientist from a famous university, American university, is coming over and was going to make a speech. And he attended that speech. ഒന്ന് കേട്ട് കളയാമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി അറ്റൻഡ് ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള സ്പീച്ചായിരുന്നു. ആൻഡ് ഇൻ ദാറ്റ് സ്പീച്ച് ദാറ്റ് US scientist, he made it very clear that tomorrow the future is for computer science. അപ്പം അതുവരെ നാരായണമൂർത്തി ഒരു ഡിസിഷൻ എടുത്തില്ല തൻ്റെ ഫീൽഡ് ഏതാണെന്നുള്ളത്. പക്ഷേ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ആവേശകരമായൊരു പ്രസംഗമായിരുന്നു US സയൻറ്റിസ്റ്റ് നടത്തിയത്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഹി ഡിസൈഡഡ്, നാരായണമൂർത്തി ഹി വാസ് എ സ്റ്റുഡൻറ്റ് ദെൻ, ഹി ഡിസൈഡഡ് ടു ടേക്ക് കമ്പ്യൂട്ടർ സയൻസ് ആസ് എസ് ഫീൽഡ്. അത് തിരഞ്ഞെടുക്കാൻ, അത് അദ്ദേഹത്തിൻ്റെ ഭാവി എന്താണ് സബ്ജക്റ്റായിട്ട് തിരഞ്ഞെടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ് ചെയ്തത്. He went straight to the library and then read 4 or 5 papers written by a scientist. എഴുതിയ 3-4 പേപ്പർ വായിച്ചു, ആർട്ടിക്കിൾസ് വായിച്ചു. ആൻഡ് he got really inspired. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള ചാൻസ് ഈവൻറ്റ്സ്, ഇതൊരു പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള, നേരത്തെ തീരുമാനിച്ച അങ്ങനെ സംഭവമൊന്നുമല്ല, ഒരു ചാൻസ് ഇവൻ്റാണ്. ബട്ട് ചാൻസ് ഈവൻറ്റ്സ് ക്യാൻ റിയലി ചേഞ്ച് യുവർ ലൈഫ്, അല്ലേ? ഗിവ് യു മൊമെൻറ്റം, ഗിവ് യു ഡിറക്ഷൻ. അങ്ങനൊരു എക്സാമ്പിളായിരുന്നു ഹി അറ്റൻഡിങ് ദാറ്റ് സ്പീച്ച് മെയ്ഡ് ബൈ ദാറ്റ് US സയൻറ്റിസ്റ്റ്. ആൻഡ് ഹിസ് ഹോൾ ലൈഫ് ടേൺഡ്, ഇല്ലേ? അതൊരു പിവട്ടലായിട്ടുള്ള, ചേഞ്ച് ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ വഴി തന്നെ തിരിച്ചു വിടുന്ന ഒരു സ്പീച്ചായിട്ട് മാറുകയായിരുന്നു. അതാണ് ഫസ്റ്റ് ഇവൻറ്റ് ദാറ്റ് ഹി ഷെയർസ് വിത്ത് ദ ലിസണേഴ്സ്, ദ സ്റ്റുഡൻസ് ഓഫ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. സെക്കൻഡ് ഇവൻറ്റ് ഇദ്ദേഹം ഷെയർ ചെയ്യുന്നത്, he was on a train in Bulgaria. ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഹിച്ച് ഹൈക്കിംഗ് നടത്തി വരികയായിരുന്നു, ട്രെയിനിലും ബസ്സിലും ഒക്കെ കയറി ഇന്ത്യയിലേക്ക് വരുന്ന വഴിയായിരുന്നു. ആൻഡ് വൈൽ ഹി വാസ് ട്രാവലിംഗ് ഇൻ ദ ട്രെയിൻ, അതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക, സോഫിയ എക്സ്പ്രസ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവസാനം ഹി ഗോട്ട് ഇൻ ടു ദ ട്രെയിൻ. അവിടെ അദ്ദേഹം ഒരു ലേഡി, ആ ട്രെയിനിൽ ഒരു ലേഡിയും ഒരു മാൻ ഉണ്ടായിരുന്നു. ആൻഡ് ഹീ ടോക്ക്ഡ് ടു ദാറ്റ് ലേഡി. അവർ എൻറ്റേർഡ് ഇൻ ടു എ കോൺവെർസേഷൻ, ഒരു സംസാരം ഇങ്ങനെ നടത്തി. ആൻഡ് ദിസ് ലേഡി ഷെയർഡ് വിത്ത് ഹിം ദി പ്രോബ്ലംസ് ദാറ്റ് ഷീ ഫേസ്ഡ് ഇൻ എ കമ്മ്യൂണിസ്റ്റ് കൺട്രി ലൈക്ക് ബൾഗേറിയ. അപ്പം മറ്റേയാളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ദി അതർ പേഴ്സൺ. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ ചെന്ന് പറഞ്ഞതായിരിക്കാം, പോലീസ്മെൻ കെയിം ആൻഡ് ദേ അറസ്റ്റഡ് ബോത്ത് ദാറ്റ് ഗേൾ ആൻഡ് ഓൾസോ നാരായണമൂർത്തി. എന്നിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിലെ ഒരു കുടിസ് മുറിയിൽ കൊണ്ടിട്ട് 72 hours ഹി സ്പെൻഡ് ഇൻസൈഡ് ദാറ്റ് സ്മോൾ ജയിൽ. അതിനുശേഷം ഹി വാസ് ടേക്കൺ ടു ഇസ്താൻബുൾ. അവിടെ വെച്ച് ജസ്റ്റ് ബിക്കോസ് ദേ ന്യൂ ദാറ്റ് ഹി കെയിം ഫ്രം ഇന്ത്യ വാസ് എ ഫ്രണ്ട്ലി കൺട്രി ദെൻ ഫോർ ബൾഗേറിയ, അതുകൊണ്ട് മാത്രം ഹി വാസ് ഫ്രീഡ്. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഹി ടുക്ക് എ ഡിസിഷൻ. ഹി സെഡ് ദാറ്റ്, നാരായണമൂർത്തി പറയുകയാണ്, ഈ ലെഫ്റ്റുമായിട്ടുള്ള, കമ്മ്യൂണിസമായിട്ടുള്ള എല്ലാ അഫിനിറ്റിയും, എല്ലാ ഇഷ്ടവും അതോടുകൂടി തീർന്നു. അപ്പോൾ ഒരു മുതലാളിത്തം, ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇഫ് ഹി ബിക്കംസ് ആൻ ഓൺട്രപ്രണർ, ഒരു തൊഴിൽ ഉടമയാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തൊഴിൽ ഒരു സംരംഭകരാവുകയാണെങ്കിൽ, ഹി ക്യാൻ
ഹെൽപ്പ് ഇൻ എ സ്മോൾ വേ. എന്താണ് ഇതിനെ പോവേർട്ടിയെ, ദാരിദ്ര്യത്തെ എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ വേണ്ടി, അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും മറ്റ് ദരിദ്രരെയൊക്കെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ആവുമെങ്കിൽ അത് അദ്ദേഹം ഒരു തൊഴിൽ ദാതാവായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ, ഒരു സംരംഭകനായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ആ ഒരു ഒറ്റ ഇൻസിഡൻറ്റിൽ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് സെക്കൻഡ് ഇൻസിഡൻറ്റ്. ആൻഡ് നൗ Narayanamurthy shares with us the third event that changed his life. It was a chilly Saturday morning in Bangalore, and 5 of the 7 entrepreneurs who started Infosys, they gathered there in a hotel. It was the year 1990, 9 years after starting Infosys. എന്തിനാ അവരിവിടെ കൂടിയത്? They were going to make a big decision that day. They are going to sell Infosys for a sum of $1 million. അത് അന്നത്തെ കാലത്ത് വലിയൊരു തുകയാണ്. അപ്പോൾ ആ മീറ്റിങ്ങിൽ ഓരോരുത്തരും എണീറ്റ് സംസാരിച്ചു. അതായത് വിൽക്കേണ്ടുന്നതിൻ്റെ ആവശ്യം, ഇത്രയൊക്കെ വന്നല്ലോ എന്നുള്ളൊരു ആ ഒരു കാര്യമൊക്കെ they were really happy that they able to sell Infosys for $1 million. അവസാനം ഈ ടേൺ വന്നു, നാരായണമൂർത്തിക്ക് സംസാരിക്കാനുള്ള ടേൺ വന്നു. Narayanamurthy, he made a speech, and in that speech he made that clear that he was not willing to sell Infosys, and if his friends insisted that they are going to sell it, he was ready to buy all their shares. അവരുടെ എല്ലാവരുടെയും നിന്നും പൈസ വാങ്ങിച്ച്, ബട്ട് ഹീ വാസ് നോട്ട് റെഡി ടു സെൽ Infosys. അവരുടെ ഷെയറും കൂടെ വാങ്ങിക്കാം എന്ന് പറയുകയാണ്. ബട്ട് അറ്റ് ദാറ്റ് മൊമെൻറ്റ് ദ ഐറണി ഈസ് ദാറ്റ് ഹീ ഡിഡൻറ്റ് ഹാവ് ഇനഫ് മണി. കാശില്ലായിരുന്നു, എന്നാലും ഒരു ഊറ്റത്തിന് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് അത്ര വിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കൊള്ളാം എന്ന് പറയുകയാണ്. ആൻഡ് ദെൻ ഹി കൺവിൻസ്ഡ് ഹിസ് ഫ്രണ്ട്സ് ഹു വെ ഓൾ ഓൺട്രപ്രനേഴ്സ് ഹു ഹാഡ് ഷെയർസ് ഇൻ Infosys. ഇത് നമ്മളിപ്പം പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, ഇപ്പം വിൽക്കാതിരുന്നു കഴിഞ്ഞാൽ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രൈറ്റാണ് for Infosys. And at the end of that speech he was able to convince his friends അവർ സെല്ല് ചെയ്യുന്നില്ല എന്നുള്ളത് അവർ തീരുമാനിച്ചു Infosys. 17 years after, ഇത് കഴിഞ്ഞിട്ട് 17 വർഷങ്ങൾക്ക് ശേഷം Infosys gathered a net income of $800 million. ഒന്നാലോചിക്കുക, 1 million വിറ്റിരുന്നെങ്കിലോ, $800 million, and they were able to give 7,000 jobs, 70,000 jobs എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, they were 28,000 times richer than 1 million. ആ ഒരു ഡിസിഷനാണ് that I'm not going to sell Infosys. That's the third event. നമുക്കറിയാം, ഫസ്റ്റ് ഇവൻറ്റ് IIT കാൺപൂരിൽ അദ്ദേഹം ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോഴത്തേക്ക് അതൊരു ചാൻസ് ഇവൻ്റാണ്. ആൻഡ് ഹി ലേൺ ഫ്രം ദാറ്റ് ഇൻസിഡൻറ്റ്, ദാറ്റ് എക്സ്പീരിയൻസ്, ദാറ്റ് ചാൻസ് ഇവൻറ്റ്സ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഇൻ എ ബിഗ് വേ, ഇല്ലേ? രണ്ടാമത്തെ ഇൻസിഡൻറ്റ്, ആ സോഫിയ എക്സ്പ്രസ്സിൽ he was put in a prison for 72 hours by the Bulgarian police. ആ ഒരു ഇവൻറ്റ്, അവിടെ നിന്നാണ് അദ്ദേഹം ഡിസൈഡ് ചെയ്തത് he wouldn't have any leaning towards the left, ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസമായിട്ട് യാതൊരു ബന്ധവുമില്ല, ബട്ട് he'll become an entrepreneur, ഇല്ലേ? എന്നിട്ട് he will help eradicate poverty from the society. അതാണ് സെക്കൻഡ് ഇവൻറ്റ്. തേർഡ് ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ his friends who all began Infosys 9 years ago, they were going to sell Infosys for $1 million, but then he said, Narayanamurthy said no, and he was able to convince his friends, and they decided they are not going to sell Infosys. അതിനുശേഷമുള്ള കുതിച്ചുചാട്ടമാണ്. ഇനിയൊരു ഫോർത്ത് ഇവൻ്റ് ഉണ്ട്. This happened in 1995. ഒരു ഫോർച്യൂൺ 10 കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടിയൊരു കമ്പനിയാണ്. ദേ കെയിം ടു ഇന്ത്യ. എന്നിട്ട് അവർക്ക് സർവീസസ് വേണം. അപ്പോൾ ഈ Infosys ഉൾപ്പെടെയുള്ള എത്രയോ കമ്പനീസിന്, എനിക്ക് തോന്നുന്നു എവിടെയാണ്, താജ് റെസിഡൻസി ഹോട്ടൽ ഇൻ ബാംഗ്ലൂർ, അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. ദേ പുട്ട് ദം ഇൻ ഡിഫറെൻറ്റ് റൂംസ്. കാര്യം ഇവരാരും ഷെയർ ചെയ്യാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ലോവസ്റ്റ് കൗട്ട്, നമുക്കറിയാം ഒരു കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓരോ കമ്പനി Infosys ഉൾപ്പെടെയുള്ള കമ്പനിയിൽ നിന്ന് കൗട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും സർവീസസ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലീസ്റ്റ് കൗട്ടിനാണ് അവർ ഇത് കൊടുക്കുന്നത്, ജോലി കൊടുക്കുന്നത്.
അപ്പം ഈ ഒരു മൊമെൻറ്റിൽ ഇതൊരു കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോർച്യൂൺ 10 കമ്പനിയുടെ ഒരു ഇത് കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു അച്ചീവ്മെൻറ്റാണ്. അവർക്ക് ഒരുപാട് ലാഭം കിട്ടും. പക്ഷേ ഒരു മൊമെൻറ്റ് വന്നപ്പോഴത്തേക്ക് നാരായണമൂർത്തി ഹീ റിയലൈസ് ദാറ്റ് ഇനി ഇതിലും കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി സർവീസ് എന്ന് പറഞ്ഞ് കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വോണ്ട് ബി ഏബിൾ ടു പ്രൊവൈഡ് ദാറ്റ് കമ്പനി. ക്വാളിറ്റി കുറച്ച് മാത്രമേ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഈ സെറ്റ് എ ബിഗ് നോ. ഈ വിലയ്ക്ക് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഡിസിഷൻ അദ്ദേഹം ബോൾഡായിട്ട് എടുത്തു. കാര്യം ക്വാളിറ്റി കുറച്ച് നമുക്കൊരു കൊട്ടേഷൻ കിട്ടാൻ വേണ്ടി ഒരു അങ്ങനൊരു കാര്യം ചെയ്യേണ്ട എന്നുള്ളത് ഹി ഡിസൈഡഡ്. അതിനുശേഷമാണ് ഇൻഫോസിസ് ടുക്ക് എ മേജർ ഡിസിഷൻ. ഒരു കമ്പനിയെ മാത്രം ഇതിനൊക്കെ ഫോർച്യൂൺ 10 കമ്പനി ആ ഒരു കമ്പനിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യില്ല എന്നുള്ളത്. സോ ദേ സ്പ്രെഡ് അപ്പോൾ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയുള്ളൊരു ഡിസിഷനൊക്കെ എടുക്കുന്നത് അതാണ്. അപ്പോൾ ദാറ്റ് ഹി കുഡ് സേ ദാറ്റ് നോ ടു ദാറ്റ് കമ്പനി. ഞങ്ങളിത് ചെയ്യുന്നില്ല, കാര്യം ഞങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്വാളിറ്റി സഫർ ചെയ്യും എന്നുള്ള ആ ഒരു ഡിസിഷനിൽ ആ നോ പറയാൻ എടുത്ത തീരുമാനം. ഇത് പറയുന്നത് കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷനാണ്. നമ്മളെടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും നമ്മുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൽക്കാലത്ത് വിലയിരുത്തപ്പെടുന്നത്. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സ്പീച്ച് നാരായണമൂർത്തി ത്രോസ് ലൈറ്റ് ഓൺ ഹിസ് ഫിലോസഫി. ഈ ബിസിനസ് മാനിന് എന്താണ് വേണ്ടത്? അദ്ദേഹം പറയുന്നത് മൈൻഡ് സെറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു മനോഭാവം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ്സുകാരന്. പല ആൾക്കാരും ദേ അവോയ്ഡ് ചാലഞ്ചസ്. വെല്ലുവിളികൾ വളരെ സേഫായിട്ടുള്ള ഗെയിമായിരിക്കും കളിക്കുന്നത്. ദേ ഡോണ്ട് മീറ്റ് ചാലഞ്ചസ്, ഗോ ഔട്ട് ആൻഡ് മീറ്റ് ചാലഞ്ചസ്. വെല്ലുവിളികളൊന്നും റിസ്ക് എടുക്കില്ല ലൈഫിൽ. അവോയ്ഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇതാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയും. അപ്പം ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചാലഞ്ചസ് ആണ്. വെല്ലുവിളികൾ നേരിടുകയാണ്. ദേ ഗോ ഔട്ട് ആൻഡ് ദേ ടേക്ക് റിസ്ക് ആൻഡ് ദേ ആക്സെപ്റ്റ് ചാലഞ്ചസ്. അവിടെയാണ് ഗ്രോ ചെയ്യുന്നത്. മറ്റത് അതേപോലെ ഇരുന്ന് നമ്മൾ ഒരു ഏരിയയിലിരുന്ന് അവിടെ തന്നെ ഇരുന്ന് മുരടിച്ച് പോകുന്നൊരു കാര്യമാണ്. ദി അതർ തിങ് ഇസ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമുക്കറിയാം നാരായണമൂർത്തി ഇതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. സോ ഇറ്റ് ഹെൽപ്സ് ദം ടു ലേൺ ഫ്രം ക്രിറ്റിസിസം. മറ്റേ ക്രിറ്റിസിസം അവോയ്ഡ് ചെയ്യും. ദിസ് എംബ്രേസസ് ക്രിറ്റിസിസം, ആക്സെപ്റ്റ്സ് ക്രിറ്റിസിസം ആൻഡ് ലേൺസ് ഫ്രം ക്രിറ്റിസിസം. അതാണ് ആ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. സച്ച് പീപ്പിൾ നാരായണമൂർത്തി സേസ് such people go a long way in life and also in business. പിന്നെ ഈ വെൽത്തിനെ പറ്റിയും നാരായണമൂർത്തി അതോടുകൂടിയാണ് ആ സ്പീച്ച് തീരുന്നത്. ഹീ സേസ് ദാറ്റ് വി ആർ ഓൺലി ടെമ്പററി കസ്റ്റോഡിയൻസ് ഓഫ് വെൽത്ത് ഇൻ ദിസ് വേൾഡ്. താൽക്കാലികമായ സൂക്ഷിപ്പുകാർ മാത്രമാണ് നമ്മൾ. ഇതൊന്നും നമ്മൾ കെട്ടിവെച്ച് എങ്ങോട്ടും കൊണ്ടുപോകാൻ സാധിക്കുന്ന കാര്യമല്ല. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് വാട്ട് എവർ വി ടേക്ക് വി ഹാവ് ടു ഗിവ് ടു ദ വേൾഡ് ഓൾസോ. നമ്മൾ ഈ ലോകത്തിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഷെയർ വിത്ത് ദോസ് ഹു ഡു നോട്ട് ഹാവ് എന്നുള്ളതാണ്. ഹു ആർ ലെസ് ഫോർച്ചുനേറ്റ് പീപ്പിൾ, പുവർ പീപ്പിൾ, അവർക്ക് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് കാര്യം. ഒന്നും നമ്മുടേതല്ല എന്നുള്ളൊരു ഫിലോസഫിയാണ് അദ്ദേഹത്തിന് ആ ജീവിതത്തിൽ നയിച്ചിരുന്നത്. ഓൾ ഓഫ് us ഹാവ് ഈറ്റൻ ഫ്രം ട്രീസ്. എന്നിട്ട് അദ്ദേഹം മനോഹരമായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഓൾ ഓഫ് us ഹാവ് ഈറ്റൻ ഫ്രം ട്രീസ് ദാറ്റ് വി ഹാവ് നോട്ട് പ്ലാന്റഡ്. നമ്മൾ വെച്ച് നട്ട് വളർത്തിയ മരങ്ങളിൽ നിന്നല്ല നമ്മൾ പഴങ്ങൾ കഴിക്കുന്നത്. അതുപോലെ നമ്മൾ നട്ട് വളർത്തുന്നത് ആ മരങ്ങൾ അത് പിൽക്കാലത്ത് വരുന്നവർക്ക് വേണ്ടിയുള്ള ഒരുക്കുകയും കൂടെ ചെയ്യുകയാണ്. സോ വി ഹാവ് ടു ഗിവ് ടു അതേഴ്സ്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് തീരുന്നത്.